കഴിഞ്ഞ ക്ലാസ്സിൽ കറണ്ടിനെ പറ്റി, കറണ്ടിന്റെ അടിസ്ഥാന ചില വിവരങ്ങളെ പറ്റി നമ്മൾ പ്രതിപാദിച്ചു. ഓക്കെ, നമുക്കിനി ഇലക്ട്രോണിക് കമ്പോണൻസിനെ പറ്റി മനസ്സിലാക്കാം. ഇലക്ട്രോണിക് കമ്പോണൻസ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയാണ്. അതിന്റെ മെയിൻ ഉദ്ദേശം സിഗ്നൽ പ്രോസസ്സിങ് ആണ്. എങ്ങനെ, ഏതൊക്കെ ടൈപ്പില്? റെക്ടിഫിക്കേഷൻ, ആംപ്ലിഫിക്കേഷൻ, ഓസിലേഷൻ, മോഡുലേഷൻ, ഡിറ്റക്ഷൻ. മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രോണിക് കമ്പോണൻസ് യൂസ് ചെയ്യുന്നത്. എന്താണ് റെക്ടിഫിക്കേഷൻ? റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആക്കുന്ന പ്രക്രിയയാണ് റെക്ടിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമലി ഒരു സിഗ്നലിനെ നമുക്ക് ഒരു വലിയൊരു സിഗ്നൽ ആക്കി മാറ്റണം. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മൊബൈൽ ഫോണിൽ PA ഉപയോഗിക്കുന്നില്ലേ, പവർ ആംപ്ലിഫയറിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല. ഈ പവർ ആംപ്ലിഫയർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു സിഗ്നലിനെ ടവർ വരെ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ശക്തി കൂട്ടിയ സിഗ്നൽ ആക്കുക എന്നതാണ്. അതാണ് ആംപ്ലിഫിക്കേഷൻ. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഒരു ഫ്രീക്വൻസി നിർമ്മിക്കുക. ക്രിസ്റ്റൽ ഓസിലേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും. ICക്ക് ആവശ്യമായ ഒരു ഫ്രീക്വൻസി ആവശ്യമുണ്ട്. ആ ഫ്രീക്വൻസി 19 MHz അല്ലെങ്കിൽ 32 KHz മുതലായ രീതിയിൽ അതിനെ നമുക്ക് ആവശ്യമായ ഒരു ഫ്രീക്വൻസി നിർമ്മിക്കുന്നതാണ് ഓസിലേഷൻ. മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിഗ്നലിനെ റേഡിയോ ഫ്രീക്വൻസിയുമായിട്ട് മിക്സ് ചെയ്യുന്ന, റേഡിയോ ഫ്രീക്വൻസിയെ തന്നെ നമ്മൾ മറ്റൊരു കരിയർ വേവ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയുമായിട്ട് മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് മോഡുലേഷൻ. ഈ മിക്സിങ്ങിനെ മിക്സ് ചെയ്തതിനെ നമ്മൾ വേർതിരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഡിറ്റക്ഷൻ അഥവാ ഡിമോഡുലേഷൻ. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് കമ്പോണൻസ് ആണ് നമുക്ക് വരുന്നത്, പാസീവ് കമ്പോണൻസും ആക്റ്റീവ് കമ്പോണൻസും. പാസീവ് കമ്പോണൻസ് അതിന്റെ ഉദാഹരണമാണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസ്ഫോമർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സിഗ്നൽ പ്രോസസ്സിംഗിൽ ഈ പാസീവ് കമ്പോണൻസ് വലിയ വലുതെന്നല്ല. സിഗ്നൽ പ്രോസസ്സിംഗിൽ പാസീവ് കമ്പോണൻസിന് വലിയ ബന്ധമില്ല. അതേസമയം ആക്റ്റീവ് കമ്പോണൻസ് ആയ ഡയോഡ്, ട്രാൻസിസ്റ്റർ മുതലായവയാണ് സിഗ്നൽ പ്രോസസ്സിംഗ് ചെയ്യുന്നത്. അപ്പൊ ഈ സിഗ്നൽ പ്രോസസ്സിംഗിൽ ആക്റ്റീവ് കമ്പോണൻസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ധർമ്മം പാസീവ് കമ്പോണൻസ് നടത്തുന്നുണ്ട്. പാസീവ് കമ്പോണൻസും ആക്റ്റീവ് കമ്പോണൻസും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കുക. എന്നാൽ സിഗ്നൽ പ്രോസസ്സിംഗിലെ ആക്റ്റീവ് കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. പാസീവ് കമ്പോണൻസ് ഹെൽപ്പിംഗ് ആണ്. അപ്പൊ ഈ ഫിൽറ്ററിങ്ങിനായാലും വോൾട്ടേജ് ഡിവൈഡിങ്ങിനായാലും മറ്റു കാര്യങ്ങൾ, കറണ്ട് വ്യത്യാസപ്പെടുത്തുവാനും അല്ലെങ്കിൽ വോൾട്ടേജ് വ്യത്യാസപ്പെടുത്തുവാനും എല്ലാം പാസീവ് കമ്പോണൻസ് ആവശ്യം വരും. ആക്റ്റീവ് കമ്പോണൻസ് അതിനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട്. അപ്പൊ പാസീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, കറണ്ടിനെ പാസ് ചെയ്യുക എന്നതാണ് അതിന്റെ ഒരു ഉദ്ദേശം. ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഡയോഡ് ആയാലും ട്രാൻസിസ്റ്റർ ആയാലും ഒരു ആക്ടിവേഷൻ നടക്കും. അതിന്റെ ഫലമായിട്ടാണ് അതിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് കമ്പോണൻസിനെ പറ്റി കൂടുതൽ അറിയാം. നമുക്ക് അടുത്ത ക്ലാസ് റെസിസ്റ്ററിനെ പറ്റിയാണ്. റെസിസ്റ്ററിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.